ഓൾ വെതർ ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല യൂണീക്ക് ആയിട്ടുള്ള നമ്മളെ ടയറോണിനകത്ത് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. ഇതിനൊരു 1.5 ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. മിഡ് വേരിയൻ്റ് തൊട്ടെങ്കിൽ ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീൽ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പം ഈ കാണുന്നതാണ് ഫോക്സ്വാഗൺ ടൈഗോണിൻ്റെ ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന മിഡ് വേരിയൻറ്റ്. ഫോക്സ്വാഗൺ ടൈഗോണിലെ ഏറ്റവും വാല്യൂ ഫോർ മണി അതേപോലെ ബെസ്റ്റ് സെല്ലിംഗ് വേരിയൻറ്റും കൂടെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഒരു വോക്ക് റൗണ്ടാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ പോകണം. ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് വീഡിയോ, നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ ഓട്ടോമൊബൈൽ കണ്ണേഴ്സിനായി ഈ പേജ് ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓവറോൾ നമ്മൾ എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യം തന്നെ ആദ്യം തന്നെ പറയാം. നമ്മുടെ ലൈറ്റ്സ് വരുന്ന ഓൾ LED സെറ്റപ്പാണ്. LED സെറ്റപ്പ് ഫുൾ വന്നിരിക്കുന്നതാണ്. പ്രൊജക്ടർ സെറ്റപ്പാണ് മെയിൻ ഹെഡ്ലാമ്പ്സിന് വന്നിരിക്കുന്നത്. പിന്നെ DRLസും ഇൻഡിക്കേറ്റേഴ്സും ഡുവൽ ഫംഗ്ഷനോടെയാണ് വന്നിരിക്കുന്നത്. ഇത് ഹൈ ബീം ഇവിടെയാണ് വരുന്നത്, ലോ ബീം ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഓൾ വെതർ ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല യൂണീക്ക് ആയിട്ടുള്ള നമ്മളെ ടയറോണിനകത്ത് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഹെഡ് ലൈറ്റ്സിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓരോ ഗ്രില്ലിൻ്റെ കാര്യം പറയുന്നത് അപ്പർ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലോസ്ഡ് എലമെൻറ്റ്സ് ആണ്. ഇവിടെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. അതേപോലെ ഫോക്സ്വാഗൻ്റെ VWയുടെ ലോഗോ ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ബട്ട് ലോവർ സൈഡിലാണ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ താഴോട്ട് നമുക്ക് ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്സ് കാണാം. ഇതൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ക്രോമിൻ്റെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഈ വേരിയൻ്റ് തൊട്ടാണ് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ പ്രോപ്പർ ഒരു സ്കിഡ് പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. സിൽവർ ഫിനിഷിൽ പോയിട്ടുണ്ട്. ഈ ഒരു കളർ ഷെയ്ഡിൽ നാഡോ ഗ്രേ എന്ന് പറയുന്ന കളർ ഷെയ്ഡിൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതേപോലെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഒരു ക്യൂട്ട് അല്ലെങ്കിൽ നോർമൽ ഒരു ഫാമിലി SUV ആയിട്ടുള്ള ഒരു വൈബാണ് ഓഫർ ചെയ്യുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് പോവുകയാണ്. 16 ഇഞ്ചിൻ്റെ വീൽസാണ് വന്നിരിക്കുന്നത്. 16 ഇഞ്ചിൻ്റെ മെഷീൻ കട്ട് വീൽസാണ് വന്നിരിക്കുന്നത്. സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ട്രിംസിലോട്ട് പോകാൻ 17 ഇഞ്ചിൻ്റെ വീൽസ് വരുന്നുണ്ട്. 205 16R16 ആണ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്, ബാക്കിൽ ഡ്രമ്മുമാണ് പോയിരിക്കുന്നത്. കാണാൻ നല്ല യൂണീക്ക് ആയിട്ടുള്ള വീൽസാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ സൈഡിൽ ക്ലാഡിങ്സ് പോയിട്ടുണ്ട്. 360 ആയിട്ട് പോയിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സോടെയാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫോൾഡബിളും ആണ് വന്നിരിക്കുന്നത്. മോണോടോൺ ആയതുകൊണ്ട് ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. സൈഡിലോട്ട് പോയ ക്രോം എലമെൻറ്റ്സ് കാണാം. ഇവിടെ റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്. കീലെസ് എൻട്രി ഈ വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫോക്സ്വാഗൻ്റെ ബാഡ്ജിങ് ഇവിടെ പോയിട്ടുണ്ട്. റൂഫിലോട്ട് പോയ സൺറൂഫ് വന്നിട്ടുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ഈ വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. ഹയർ വേരിയൻസിന് ഒരു പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഫംഗ്ഷണൽ റൂഫ് റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റീൽ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഡുവൽ ടോൺ ഫിനിഷിൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റീനയും വന്നിട്ടുണ്ട്. ഓവറോൾ സൈഡ് പ്രൊഫൈലിൽ ലെങ്ത് പറയുന്നത് 4.2 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വാഹനം കൂടെയാണ്. പ്രാക്ടിക്കലുമാണ്. ബാക്കിലോട്ട് പോയ വീൽസ് ആണെങ്കിൽ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന ഡ്രം ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിലോട്ട് പോയാൽ നമ്മൾ ടെയിൽ ലാംപ്സിൻ്റെ കാര്യം പറയാം. ഓൾ LED സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ്. ബട്ട് ടോപ്പ് ആൻഡ് ട്രിംസിന് ഇവിടെ ഇലുമിനേറ്റഡ് ലോഗോ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ഓൾ LED ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും LED ആണ്. എല്ലാം സെറ്റപ്പും വന്നിരിക്കുന്നത് LEDസിലാണ്. സേഫ്റ്റി ആസ്പെക്റ്റ് ഒക്കെ നമ്മളുടെ ക്യാമറ വന്നിട്ടുണ്ട്. 3 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വൈപ്പേഴ്സും ഡീഫോഗേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഹൈ മോട്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വാഷേഴ്സും വന്നിട്ടുണ്ട്. താഴോട്ട് പോയ ടൈഗോണിൻ്റെ ബാഡ്ജിങ്ങും TSIയുടെ ബാഡ്ജിങ് ക്രോം ഫിനിഷിൽ വന്നിട്ടുണ്ട്. ലോവർ ബമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്സ് കാണാം. സ്റ്റൈൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പിന്നെ ഡിഫ്യൂസർ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. റിയർ ഫോഗ് ലാംപ്സും വന്നിട്ടുണ്ട്. സോ ഓവറോൾ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ക്യൂട്ടായിട്ടുള്ളൊരു SUV ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കളറിൽ കാരണം ഒരു നാഡോ ഗ്രേ എന്ന് പറയുന്ന കളർ യുണീക്കുമാണ്. ഒരു എക്സലൻറ്റ് ചോയ്സ് എന്ന് വേണമെങ്കിലും പറയാം. സോ അത്രയൊക്കെയുള്ളൂ എക്സ്റ്റീരിയറിൻ്റെ കാര്യം. നമുക്കിനി ബൂട്ടും ഇൻറ്റീരിയറൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് 450 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. എക്സാക്ട് ഡയമെൻഷൻസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഇവിടെ തന്നെ പാർഷ്യൽഫ് വന്നിട്ടുണ്ട്. അതേപോലെ റീഡിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. 40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ്. അറൗണ്ട് 1000 liters ഓഫ് ടോട്ടൽ കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പെയർ വീലും വരുന്നുണ്ട്. ടൂൾ കിറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു SUV ആണ് ടൈഗോൺ. നമുക്കിനി എഞ്ചിൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. സെക്കൻഡ് റോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റോയിലെ ഡോർ പാനൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡുവൽ ടോൺ ഫിനിഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലെതറിൻ്റെ ഇൻസേർട്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബേജ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാ പവർ വിൻഡോയുടെ കൺട്രോൾസും ഡോർ പോക്കറ്റ്സും സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഡോർസാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും.
നമ്മളെ അപ്പോൾസ്ട്രിയുടെ കാര്യം പറയുന്നത് നമുക്ക് ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ് വന്നിരിക്കുന്നത്, നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലെതറിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നല്ലൊരു ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പത്തോട്ട് കയറുകയാണെങ്കിൽ ഇപ്പം സീറ്റ്സും നല്ലപോലെ ബാക്കിലോട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ എന്നിട്ടും നല്ല ലെഗ് റൂം ഉണ്ട്, അണ്ടർ തൈ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്, ഹെഡ് റൂം നല്ലപോലെ ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ സപ്പോർട്ടാണെങ്കിൽ നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 AC വെൻസും ടൈപ്പ് സി പോർട്സും വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ റീഡിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട്, 2 റീഡിംഗ് ലാംപ്സും LED ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാത്ത കാര്യം നോക്കുമ്പോൾ മാക്സിമം ഹോൾഡർ 2 സൈഡിലും വന്നിട്ടുണ്ട്, അത് വേറൊരു കാര്യം. സോ അപ്പോൾ അത്രയൊക്കെയുള്ള ഇൻറ്റീരിയർ സെക്കൻഡ് റോയിലെ കാര്യം. നമുക്കിനി ഡ്രൈവർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. ഡ്രൈവർ സൈഡിൽ ഡോർ പാനൽസ് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കീലെസ് എൻട്രി ഇവിടെ വരുന്നുണ്ട്. ഡോർ പാനൽസ് ആണ് നല്ല ഹ്യൂജ് സൈസിലാണ് വന്നിരിക്കുന്നത്, ട്രിപ്പിൾ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഒരു സിൽവർ എലമെൻറ്റും ബേജ് ഫിനിഷും ഓൾ ബ്ലാക്ക് തീമിലുമാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിറേഴ്സിൻ്റെ കൺട്രോൾസും ഫോൾഡബിൾ മിറേഴ്സിൻ്റെ കൺട്രോൾസും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാധാ വിൻഡോ കൺട്രോൾസും ഇവിടെ വന്നിട്ടുണ്ട്. ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ചസ് ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോർ ഹാൻഡ്സ് സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഡോർ പോക്കറ്റ്സ് അത്യാവശ്യം ഡീപ്പാണ്, ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസാണ് ഓഫർ ചെയ്യുന്നത്. സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6 വേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് സീറ്റ്സിന് വന്നിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സിൻ്റെ സപ്പോർട്ടാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, എല്ലാ ഹെഡ് റെസ്റ്റും ഇൻഡിവിജ്വലി അഡ്ജസ്റ്റബിൾ ആണ്. എയർ ബാഗ്സ് 6 എയർ ബാഗ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഇവിടോട്ട് നോക്കിയാൽ ഡെഡ് പെഡൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നോർമലി സൈസ്ഡ് പെഡൽസാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷനോടെയാണ് വന്നിരിക്കുന്നത്. ഓൾ വെതർ ലൈറ്റ്സ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളും. നമുക്ക് ഇൻറ്റീരിയറിനകത്ത് കയറിയിട്ട് ബാക്കി ഫീച്ചേഴ്സ് ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം തന്നെ പറയാം. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. മിഡ് വേരിയൻ്റ് തൊട്ടെങ്കിൽ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മീഡിയ കൺട്രോൾസ് വന്നിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്, ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സിൽവർ എലമെൻറ്റ്സ് ആണെങ്കിൽ നല്ലപോലെ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻസിന് നമുക്കിവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, അത് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റോക്സ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ വണ്ടിയാണ്ട് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. വൈപ്പേഴ്സിൻ്റെ സ്റ്റോക്സ് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ക്ലസ്റ്റർ നമ്മളുടെ ഒരു 7 ഇഞ്ച് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ തന്നെ പല ഡിസ്പ്ലേ കാണാൻ പറ്റും, പല ആംഗിൾസിലുള്ള ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇതിൽ കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ്, നാവിഗേഷൻ, ഓഡിയോ, ടെലിഫോൺ, പിന്നെ അതേപോലെ തന്നെ കോമ്പസ്, കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിലും അങ്ങനെയുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, റീഫ്യൂൽ ക്വാണ്ടിറ്റി, സ്റ്റിയറിംഗ് ആംഗിൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു വേരിയൻറ്റിലും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ടയർ പ്രഷറിംഗ്, മോണിറ്ററിംഗ് എല്ലാം വരുന്നുണ്ട്. ഒരു ബ്ലൂ കളറിലെ തീമാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഫോക്സ്വാഗൺ കണക്റ്റഡ് കാർ ടെക് ഫീച്ചേഴ്സ് വരുന്നത്. എല്ലാം വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് വണ്ടി ഫുള്ളി ഓൺ ചെയ്താലേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇഗ്നിഷനാണ്, ഷോറൂമിനകത്തായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫംഗ്ഷനും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്, ഹാസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ക്ലൈമറ്റ് കൺട്രോൾ, ടച്ച് സെൻസിറ്റീവ് സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്, സിംഗിൾ സോൺ ആണ്. പിന്നെ താഴോട്ട് പോയാൽ വയർലെസ് ചാർജർ ഇവിടെ വന്നിട്ടുണ്ട്, പ്രോപ്പർ വയർലെസ് ചാർജർ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടൈപ്പ് സി പോർട്സും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാം. അതേപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും, അത് വേറൊരു കാര്യം. ഈ കാണുന്നതാണ് ഗിയർ നോബ്, 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ്. 1 ലിറ്റർ സ്പെക്കിന് മാത്രമേ ഈ വണ്ടി അവൈലബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു ഗിയർ നോബ് വന്നിരിക്കുന്നത്. ഇലുമിനേറ്റഡ് ആണ്, അത് വേറൊരു കാര്യം. ട്രിപ്ട്രോണിക് ഫംഗ്ഷനോടെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലെതറിൻ്റെ ഇൻസേർട്സ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെറ്റാലിക് ഫിനിഷ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു പ്രീമിയം ഫീലാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട്, കീ വെക്കാൻ ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സും ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നല്ല അത്യാവശ്യം സ്പേസും ഉണ്ട്. ലെതർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഗ്ലോ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം ഡീപ്പാണ്, കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, നല്ലൊരു കാര്യമാണ്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞ ട്രിപ്പിൾ ടോൺ ഫിനിഷാണ്. ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്. ഇവിടെ സിൽവർ എലമെൻറ്റും ഇവിടെ ഒരു കൈൻഡ് ഓഫ് എ കാർബൺ ഫൈബർ ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ താഴോട്ടാണെങ്കിൽ ബേജ് കളറിലെ ഫിനിഷും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണ് റീഡിംഗ് ലാംപ്സ് LED സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്, ഓൾ LED ആണ് വന്നിരിക്കുന്നത്. പിന്നെ സൺറൂഫിൻ്റെ ഏരിയ ഇവിടെയാണ്, സിംഗിൾ പെയിൻ ആണ് വന്നിരിക്കുന്നത്, അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാനിറ്റി മിറർ ഇവിടെ മാത്രം വരുന്നുള്ളൂ, ഇവിടെ നോർമൽ ഒന്നുമില്ല. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇൻറ്റീരിയറിൻ്റെ കാര്യം. അപ്പം
ഇത്രയൊക്കെ ഉള്ളു. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ലൊരു ഡീസൻറ്റ് ക്വാളിറ്റി, നല്ല ഡീസൻ്റ് അല്ല, അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഫോക്സ് വാഗൺ ടൈഗോൻ്റെ ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ഒരു ചെറിയൊരു വോക്കറുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഈ കളറിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഓട്ടോമൊബൈൽ കണ്ടൻസിനായി ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.